ചേച്ചി. രണ്ടു മൂന്ന് ദിവസം വിനയന്റെ വീട്ടിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള കണക്ക് കൂട്ടല്ല ഞാൻ അവരോടൊപ്പം പോയത്. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. ചീരു അവിടെ ഓക്കെ ആണെന്ന് തോന്നുന്നു. അല്ല, നിനക്കിനി ആരെ വേണമെങ്കിലും സഹായിക്കാനോ? മോനെ നോക്കാൻ ഇവിടെ ഭാനുമ്മയുണ്ട്. സ്വന്തം വീടായി. ഭാര്യയുടെ തല കയറാനും ഭരിക്കാനും തല്ലാനും ഒന്നും ഒരുത്തനും വരുത്തില്ല. ആ പിന്നെ ഒരു കണക്കിന് ആലോചിക്കുമ്പോ അതാ നല്ലത്. എന്തിനാ പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് പുരുഷന്റെ അടിമയാവുന്നേ? സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് എന്റെ മകളെ ഞാൻ പോറ്റിയേനെ. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേച്ചിക്കിപ്പോ എന്താ ഒരു കുറവ്? ഏത് കാര്യത്തിനാ ചേച്ചിയെ രഘുവേട്ടൻ സ്വാതന്ത്ര്യം ഇല്ലാതെ കെട്ടിയിട്ടിരിക്കുന്നത്? ആ പുറമേന്ന് നോക്കുമ്പോ നിന്റെ ചോദ്യം കറക്റ്റാനു. അമ്പിളിക്ക് എന്താ ഒരു കുഴപ്പം? എപ്പോഴും കുടുംബത്തോടൊത്തു നിൽക്കുന്ന ഒരു ഭർത്താവുണ്ട്, സ്നേഹനിധിയായ അച്ഛനുണ്ട്, ചേച്ചി എന്ന് വിളിച്ച് ഓടി വരാൻ 4 അനിയത്തിമാരുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ചോറും ചായയും വെച്ചു തരുന്ന ജോലിയാണ് എനിക്കെന്ന കാര്യം ആരെങ്കിലും എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? നമ്മുടെ അമ്മ പോയ ശേഷം ഞാനും അച്ഛനും കൂടിയാ നിങ്ങളൊക്കെ നോക്കിയത്. നിങ്ങളൊക്കെ വളർന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുവാനും. ചേച്ചി, ഇതൊക്കെ ഞാൻ പലപ്പോഴും പല രീതിയിലും പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ ഇനി എനിക്ക് വയ്യാനു. ഇനിയുള്ള കാലം എന്റെ മകൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. ഞാനും എന്നെ കല്യാണം കഴിച്ച ശേഷം രഘുവേട്ടനും ജീവിച്ചത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു വീടും കുടുംബം ഉണ്ടാക്കി തരണമെന്ന് പറയാനാ ഞാൻ രഘുവേട്ടനെ കൂട്ടി വന്നത്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു വീടും കുടുംബം ഉണ്ടാക്കി തരണമെന്ന് പറയാനാ ഞാൻ രഘുവേട്ടനെ കൂട്ടി വന്നത്. ഇതൊരു നല്ല കാര്യമല്ലേ ചേച്ചി? നമ്മുടെ അച്ഛൻ ഇതിന് പോസിറ്റീവായിട്ട് എടുക്കും. അല്ല, നിങ്ങൾ അച്ഛനോട് ഇതിനെപ്പറ്റി സംസാരിച്ചോ? ഇല്ലനു. ഇന്നലെ ഞങ്ങള് ദാസങ്കളിനെ കണ്ട് സംസാരിച്ചു. അങ്കിള് അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞ് രാവിലെ രഘുവേട്ടനെ വിളിച്ചിരുന്നു. ആണോ? ഇന്നലെ നിങ്ങൾ ഇവിടെയുള്ള സമാധാനത്തില് അച്ഛൻ ദാസങ്ങളുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിരുന്നു. അവര് തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിക്കാണുമല്ലേ? അങ്ങനെയാണ് അങ്കിള് രഘുവേട്ടനോട് പറഞ്ഞത്. അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ അച്ഛൻ വന്നാലറിയാം. എല്ലാം ചേച്ചി ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും. മൂത്ത മകളെയും മരുമകനെയും അച്ഛനെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ആവശ്യം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അച്ഛൻ വേണ്ടത് ചെയ്യുമെന്നറിയാം. പക്ഷേ അതിനിടയില് ശബരിയും ദേയും അച്ഛനെ കാണാൻ വന്നത് എന്തിനാണെന്നാ എന്റെ ഒരു ടെൻഷൻ.